You're listening to Star Jam on Club FM 94.3. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് അങ്ങനെ വലിയ മാർക്കൊന്നും കിട്ടിയിട്ടില്ല, കഷ്ടി പാസ്സായെന്നേ ഞാൻ പറയുള്ളൂ. ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാബിൽ ഞാൻ രേണു. ചോദ്യങ്ങൾ ഞാനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടിയുടെ പേര് ശബരീഷ് വർമ്മ എന്നാണ്. സോ ശബരീഷ്, 10 ചോദ്യമുണ്ട്. ട്രൂ ഓർ ഫോൾസ് പറഞ്ഞാൽ മതി. നായികമാരെ ഓഡിഷൻ ചെയ്യാൻ ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾക്കിടയിൽ ചെറിയൊരു കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. നിവിൻ പോളിയോട് ഒരു കുഞ്ഞ അസൂയ സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫോൾസ്. എക്സ്ട്രീംലി ഫോൾസ്. പാട്ട് എഴുതലാണ് അഭിനയിക്കുന്നതിലും എളുപ്പം. ഫോൾസ്. ജനപ്രിയ നായകൻ സൂപ്പർ സ്റ്റാർ പോലെ നിവിൻ പോളിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കേണ്ട സമയമായി. ഫോൾസ്. ടൈറ്റിലൊന്നും ആർക്കും കൊടുക്കാൻ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ സിനിമയിലെ ഡയലോഗുകൾ ഞങ്ങൾ സ്പോട്ടിൽ കയ്യിൽ നിന്നിടാറുള്ളതാണ്. ട്രൂ. ക്ലാസ് റൂമിൽ ഞാനും ജലസേചനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ എനിക്ക് ഒരു ടീച്ചറോട് പ്രേമം തോന്നിയിട്ടുണ്ട്. ഫോൾസ്. എന്താണോ അങ്ങനെ? വളരെ പ്രായക്കൂടുതലുള്ള ടീച്ചർമാരായിരുന്നു. പിന്നെ എൻ്റെ അമ്മയൊരു ടീച്ചറായിരുന്നു. ആ പ്രായത്തിലുള്ള ടീച്ചർമാരായിരുന്നു കൂടുതലുണ്ടായിരുന്നു. അവസരം കിട്ടിയില്ല. ശരി. കോളേജിൽ ഞാനും റാഗ് ചെയ്തിട്ടുണ്ട്, എനിക്കും റാഗിങ് കിട്ടിയിട്ടുണ്ട്. ഫോൾസ്. ഞാൻ റാഗ് ചെയ്തിട്ടില്ല, റാഗിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ റാഗ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഒരു ട്രൂ ഒരു ഫോൾസ് ഉണ്ട് അതിൽ. അതെ. സുഹൃത്തിനെ പ്രേമിക്കാൻ ഞാൻ സഹായിയായി നിന്നിട്ടുണ്ട്. ഉണ്ട്, വളരെയധികം. നമുക്ക് വേണ്ടി പക്ഷെ നമ്മൾ ആരെയും വിളിച്ചില്ല. വിളിച്ചിട്ടുണ്ട്, പിന്നെ വിളിക്കാറുണ്ട്. ആരും വരാറില്ല. വരാറുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ സഹായങ്ങളും നമുക്ക് വേണം. എന്റെ ഡ്രസ് മറ്റൊരാളിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊന്നുമില്ല. ഫോൾസ്. ഞാൻ അവന്റെ ടീഷർട്ട് എല്ലാം എടുത്തിട്ട് എനിക്ക് വേറൊരാളുടെ ടീഷർട്ട് ഇടാൻ മടിയില്ല. ഓക്കെ. ഫ്ലൈയിങ് കളേഴ്സിൽ ട്രൂ ഓർ ഫോൾസ് പാസ്സായിക്കൊണ്ട് മിസ്റ്റർ ശബരീഷ് വർമ്മയും രേണുവും അടുത്ത പാട്ടിലേക്ക് പോകുന്ന നേരമാണ്. ആ സന്തോഷത്തിൽ നമ്മൾ അടുത്ത പാട്ട് പാടും. എന്നവളെ അടി എന്നവളെ എന്തൻ இதயத்தை தொலைத்து விட்டு என்ன இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டேன் உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன் காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டுகொண்டேன் எந்தன் கழுத்து வரை இன்று காதல் வந்து இரு கண் விழி பிதுங்கി നിன்றേൻ. അതൊന്ന് രണ്ടീ പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് സിനിമയൊന്നല്ലേ ഇപ്പൊ ഓർമ്മ വരണേ. നമുക്ക് വിനയ് ഫോർട്ട്. യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റിലാണ്, രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തരണം. സമ്മതിച്ചു? പേടിയുണ്ട? ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രത്തിലൊക്കെ വായിച്ചൊരു കാര്യമാണ്. ഫോർട്ട് കൊച്ചിയിൽ ഒരു ഹോം സ്റ്റേയിൽ താമസിക്കാൻ വന്ന പെൺകുട്ടിയെ അവിടെയുള്ള ഹോം സ്റ്റേ ജീവനക്കാരനും ഫ്രണ്ട്സും ചേർന്നിട്ട് ദേ റേപ്ഡ് ഹെർ. അതിനുശേഷം 2 മാസത്തിന് ശേഷമാണ് അവരിപ്പോൾ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യണത്. ബിക്കോസ് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ചോദിച്ചു. ഡു യു തിങ്ക് വിമൻ ആർ സേഫ് നമ്മുടെ നാട്ടിൽ? ഈ പറയുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് എന്താ നമ്മൾ പറയാ, ഇത് എപ്പോഴും നടക്കുന്ന കാര്യമല്ല, വല്ലപ്പോഴും നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാനത് അങ്ങനെ ഇതാക്കി പറയുന്നതല്ല. പക്ഷേ ഇപ്പൊ പറയുന്നത്ര പേടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീ പീഡനവും റേപ്പും ഇതെല്ലാം നടക്കുന്നുണ്ട് സൈഡിൽ എന്ന് പറഞ്ഞാൽ അത് റെഗുലർ ആയിട്ട് ഇത്ര ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി. ഒരു 8 മണിക്ക് ശേഷം, രാത്രി 8 മണിക്ക് ശേഷം സേഫ് ആയിട്ട് ഒരു പെൺകുട്ടിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടില്? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ പറ്റുന്നതാണ്. പണ്ടത്തെ കാലമൊക്കെ ചിലപ്പോൾ ഇപ്പൊ ആയിരിക്കാം, ഇപ്പൊ ഒരു 10 വർഷം മുമ്പ് ഈ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമായിരുന്നിരിക്കാം കേരളത്തിന്റെ പല ഭാഗത്തും. പക്ഷെ ഈ സമയത്തൊക്കെ ഞാൻ പുറത്ത് നടക്കാറുള്ള ആളാണ്. പ്രത്യേകിച്ച് എറണാകുളത്തിന്റെ ഭാഗത്ത് ഞാൻ പെൺകുട്ടികളെ കാണാറുണ്ട്. വേറെ ആൺകുട്ടികളിലൊപ്പം ആയിരിക്കാം, ഒറ്റയ്ക്ക് പെൺകുട്ടികൾ മാത്രമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെൺകുട്ടികൾ പുറത്ത് നടക്കുന്നുണ്ട്. അവർക്ക് തന്നെ തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങൽ സേഫ് ആണെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ ഇറങ്ങുന്നത്. അങ്ങനെ ആണല്ലോ. മിസ്റ്റർ ശബരീഷ് കമന്റ് അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അടി കിട്ടില്ല എന്ന് തോന്നി ആരോടും കമന്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ളവരോട് അല്ല പരിചയമുള്ളവരെ നമ്മളിങ്ങനെ കമന്റ് അടിക്കില്ല. ഇപ്പം കമന്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വെറുതെ കളിയാക്കുക, ജസ്റ്റ്. അല്ലാണ്ട് എന്താണ് കമന്റ് അടിക്കുക? പൂവാലനായി നടന്ന് ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട്. ഈവ് ടീസിങ്ങിന് വേണ്ടി നമ്മൾ പോയിട്ടില്ല. പെൺകുട്ടിയെ ഗിരിരാജനെ വിളിക്കുമ്പോൾ അത് പറയാനായിട്ട് അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഞാനൊരു ശല്യപ്പെടുത്തിയിട്ടില്ല എന്നേ കളിയാക്കിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ പ്രശ്നം വരുന്നത് കളിയാക്കലെല്ലാം സന്തോഷിക്കുകയും സുഖിക്കുകയും ചെയ്യും എല്ലാ പെൺകുട്ടികളും. ആര് പറയണോ ഇതൊക്കെ പറയണമല്ലോ. എല്ലാരും അങ്ങനെ സന്തോഷിക്കാൻ ചോദിക്കുകയും ചെയ്യാറില്ല. വളരെ ഞാൻ കളിയാക്കും, ഞാൻ കമന്റ് അടിക്കാതെ ചെയ്തിട്ടുള്ളതിൽ
ഒരു പെൺകുട്ടിയും ഇതേവരെ തിരിച്ചെന്നോട് ദേഷ്യപ്പെടുകയോ അത് ചെയ്തിട്ടില്ല. അപ്പൊ പ്രതികരിക്കാത്തതാണ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്. അല്ല, അവർക്ക് സന്തോഷമായിരുന്നു, വളരെ സന്തോഷമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അവരെ കാര്യങ്ങൾ അങ്ങനെ പ്രിയമായിട്ടുള്ള രീതിയിൽ എന്ത് പറഞ്ഞാലും ആൾക്കാർ അംഗീകരിക്കും. അപ്പം നമ്മളിത് കളിയാക്കുമ്പോഴും അത് പ്രിയമായ രീതിയിൽ പറഞ്ഞാൽ മതി, ആഭാസത്തിലേക്ക് പോകരുത്. സന്തോഷമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ തന്നെ ആൾക്കാർ അത് സ്വീകരിക്കും. ആൺകുട്ടികൾക്കുള്ളൊരു ടിപ്പാണ്, സോ ഇഫ് അറ്റ് ഓൾ യു വോണ്ട് ടു ടീച്ച് സംബഡി, അത് വൾഗർ ആവാത്ത രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അടിക്ക് പകരം പൂമാലകളായിരിക്കും കിട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും വഴി നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല നല്ല വഴികളുണ്ട്, കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയല്ലേ, കൾട്ടിവേറ്റ് ചെയ്യണം ഒരുപാട് നമ്മുടെ ക്വാളിറ്റീസും എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ, കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ. ഒരാളുടെ വീട്ടുപേരും ഡീറ്റെയിൽസും ചോദിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ പ്രൊഫൈല് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയും. പേര് ശബരീഷ് ശർമ്മ. അതെ. ഇരട്ട പേര് ശംഭു എന്നാണ്. മാന്യമായ പേരുകൾ മാത്രമല്ലോ, ഇരട്ട പേരുകളൊന്നും വീണിട്ടില്ല. നേരിട്ടാരും വിളിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. നമ്മളൊരു പാവമായിട്ട് പുറത്ത് അഭിനയിക്കുന്നതുകൊണ്ടാണോ? നമ്മളെ ഇരട്ട പേര് വിളിക്കാൻ മണ്ണിരെ പോലെ ഭൂമിയോട് ചേർന്ന് ജീവിക്കുന്നു. അങ്ങനെ ചെയ്യരുത് ശബരീഷ്, അത്രയ്ക്ക് അങ്ങോട്ട് നന്നാവരുത്. വേണ്ട. ഹോബീസ് വായന, എന്ത് കവിതകള്, കഥ. സത്യമായിട്ടും ഉണ്ട് അങ്ങനത്തെ ഹോബീസ് ഒക്കെ. ഒരുപാടുണ്ട്. പാട്ട് കേൾക്കുക, പാട്ട് പാടുക, പല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എല്ലാം ഇങ്ങനെ കൊട്ടിയും ഇതൊക്കെ ഇങ്ങനെ ജീവിക്കുക, സുഖമായിട്ട് ഇങ്ങനെ അറിയാവുന്ന പരിപാടികളൊക്കെ ചെയ്യുക. അതാണ് ഹോബീസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ വ്യൂ, കമ്മ്യൂണിസം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഇഷ്ടമല്ല. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നല്ല കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, നല്ല കോൺഗ്രസ്സുകാരെ ഇഷ്ടമാണ്. വർഗീയത ആയിട്ടുള്ള ഇങ്ങനത്തെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല. തീർച്ചയായിട്ടും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനെ, വ്യക്തി സ്വാതന്ത്ര്യത്തിനെ മാനിക്കുന്ന മതി. ഇറ്റ്സ് ഓക്കെ, പ്ലീസ് കൂൾ ഡൗൺ, കാം ഡൗൺ. സിനിമയിൽ ഒരുപാട് പേരുടെ സുഹൃത്താണ് ശബരീഷ്. നമ്മളിപ്പം കാണാൻ ആഗ്രഹിക്കുന്ന, സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് താരങ്ങളുടെ കൂടെ ശബരീഷ് ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ട്. മറക്കാനാവാത്തൊരു അനുഭവം. ഒരുപാട് മനസ്സിൽ ഓർമ്മ നിൽക്കുന്നതാണ് ഡാൻസ്. അതൊരിക്കലും ഞങ്ങളത് ശരിക്കും അധ്വാനിച്ചു. പല്ലവിയാണല്ലോ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു കണ്ണിച്ചോരില്ലാത്ത പഠിപ്പിക്കലാണ് പഠിപ്പിക്കുന്നത്. വലിയൊരു കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ എല്ലാരെയും കൊണ്ട് പിന്നെയും ചെയ്യിപ്പിക്കും. ആ സമയത്ത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അടുത്ത സിനിമയിൽ ഒരു ഡാൻസ് സീൻ ഉണ്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ശബരീഷിന്റെ എക്സ്പ്രഷൻ? ചാടി വീഴും, എന്തായാലും വീഴും, ഉറപ്പായിട്ടും വീഴും. അങ്ങനെ ഇനി ഡാൻസ് തുറ തിരിഞ്ഞു നോക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. ശരി, പോകുന്നതിന് മുന്നേ സ്റ്റാർ ജാമിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ പങ്കുവെച്ചോളൂ. കുറച്ചു നേരമായില്ലേ നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. പറയോ. സ്റ്റാർ ജാം വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. വളരെ നല്ലൊരു പെൺകുട്ടിയാണ് സ്റ്റാർ ജാം അവതരിപ്പിക്കുന്നത്. ഇത് രണ്ടുമാണ് പറയാനുള്ളത്. ആർ ജെ രേണുവിന് എന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. മതിയേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന് നമ്മൾ നന്ദി പറയുന്നത്. അതിനു മുന്നേ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരൂ. തിരയിളകണമെഴിയൊരു വരളിപ്പൂവാണെന്നേ, മധുരപ്പൂച്ചെണ്ട് വിരിഞ്ഞത് പോലാണെന്നേ, മധുര 17 പൊന്നാണെന്നേ, മഴവില്ല് വരച്ചത് പോലൊരു പെണ്ണാണെന്നേ. ക്ലബ് ഫെമിലെ സ്റ്റാർ ജാമിൽ കൂടുതലൊന്നും പാടിക്കാതെ പറയിക്കാതെ ശബരീഷ് വർമ്മ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് സ്റ്റാർ ജാം എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ, ബൈ ബൈ. നന്ദി. 1000 നന്ദി. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്.